സംഭവിക്കുന്നു. വൈകാരികമായ രംഗങ്ങളാണ്. സഹോദരൻ സ്നേഹാലിംഗനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉമ്മയുടെ അടുത്തേക്ക് മകൻ വരുന്ന കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പക്ഷേ ഉമ്മ അബ്ദുൾ റഹീമിന് ജന്മം നൽകുന്ന കാലത്തെ കാത്തിരിപ്പിന് എൻ്റെ 10 മടങ്ങ് കാത്തിരിപ്പായിരുന്നു ഈ 20 വർഷം ആ ഉമ്മ കാത്തിരുന്നത്. തൻ്റെ മകൻ പോയി ഇനി ഒരിക്കലും വരില്ലെന്ന് കരുതിയ വരവില്ലെന്ന് ഇതാ തൻ്റെ മകൻ കൺമുന്നിൽ ജീവനോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ മനോഹരമായ കാഴ്ചയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ. അത്രമേൽ സ്നേഹം അവിടെയുണ്ട്. ബന്ധുക്കളുടെ, നാട്ടുകാരുടെ, ഉമ്മയുടെ അടുത്ത് ആ മകൻ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഏറെ വൈകാരികമായ നിമിഷങ്ങൾ. ആ മകനെ ചേർത്ത് പിടിച്ച് ഉമ്മ മകനെ ചേർത്ത് പിടിച്ച് സ്വന്തം കരവലയത്തിൽ ഒതുക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൾ റഹീമിന് ജന്മം നൽകുന്നത് എങ്ങനെയാണോ ആ കാലത്തെ കാത്തിരിപ്പിനേക്കാൾ വേദനയുള്ള കാത്തിരിപ്പ് സ്നേഹചുംബനങ്ങൾ നൽകുന്നു. ഒരു നാട് മുഴുവൻ കാത്തിരുന്നതാണ് അബ്ദുൾ റഹീമിനെ. ആ അബ്ദുൾ റഹീം ഇതാ മടങ്ങിയെത്തുന്നു. ബന്ധുക്കളുടെ സ്നേഹവാത്സല്യം പകരുന്ന ആ ഉമ്മയുടെ, ബന്ധുക്കളുടെ ഒക്കെ കരവലയത്തിലും സ്നേഹചുംബനങ്ങൾക്കും നടുവിലാണ്. ഒരർത്ഥത്തിൽ 20 വർഷത്തെ വലിയ കാത്തിരിപ്പ് ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു എന്ന് പോലും തോന്നിപ്പോകും. 2006 ഡിസംബർ മാസം 24-ാം തീയതിയാണ് ജയിലിലടയ്ക്കപ്പെടുന്നത്. അവിടെ നിന്ന് പിന്നീട് വധശിക്ഷ. അത് ജീവപര്യന്തമായി കണ്ണീർ വാർക്കുന്നു ബന്ധുക്കൾ. ഈ കൂടിക്കാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്ന് കണ്ണീരും പുഞ്ചിരിയും കൂടിക്കലരുന്ന നിമിഷമാണ്. ഇപ്പോൾ ബന്ധുക്കളുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് നടുവിലാണ് പ്രിയപ്പെട്ട അബ്ദുൾ റഹീം. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും നിശ്ചയമില്ലാത്ത മട്ടിലാണ്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വരാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു കാലത്തു നിന്നാണ് അബ്ദുൾ റഹീം തിരികെ വരുന്നത്. അവിടെ അബ്ദുൾ റഹീം ജയിലിലടച്ചു പോലും നാട്ടിൽ പലർക്കും അറിയില്ലായിരുന്നു. സൗദിയിലെത്തി 1 മാസത്തിനുള്ളിലാണ് അബ്ദുൾ റഹീമിന് ഈ ദുരന്തം സംഭവിക്കുന്നത്. അബ്ദുൾ റഹീം ഡ്രൈവ് ചെയ്തിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന 15 വയസ്സുകാരൻ മെഡിക്കൽ ഉപകരണത്തിൻ്റെ കേബിൾ വിച്ഛേദിക്കപ്പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷം അബ്ദുൾ റഹീം ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കാണുന്നില്ല. ഇപ്പോൾ അബ്ദുൾ റഹീമിനെ സ്നേഹവാത്സല്യത്തോടെ കരവലയത്തിൽ ഒതുക്കുന്ന ചങ്ങായിമാരാണ്. അബ്ദുൾ റഹീമിൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരും സഹോദരങ്ങളുടെയും ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അബ്ദുൾ റഹീമിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകണം. ഇപ്പോൾ ആ സ്നേഹ പ്രതികരണത്തിൻ്റെ ദൃശ്യങ്ങൾ അവിടെ മൈക്ക് വെച്ച് അബ്ദുൾ റഹീം സംസാരിക്കുന്നുണ്ട്. കരച്ചിലാണ്, കണ്ണീരാണ്, സ്നേഹമാണ്, സന്തോഷമാണ്. ഇത് 20 വർഷം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് അബ്ദുൾ റഹീം തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അസാധ്യമെന്ന് കരുതിയത് സാധ്യമാവുന്നു. തിരികെ കാണാൻ കഴിയില്ലെന്ന് കരുതിയ മനുഷ്യരെ തിരികെ കാണുന്നു, വീണ്ടും കാണുന്നു. ഒരു നാട് മുഴുവൻ ഒരു പെരുന്നാളിന്റെ ആഘോഷത്തോടെ അബ്ദുൾ റഹീം എന്ന സഹോദരനെ ഏറ്റെടുക്കുന്നു. ഇവൻ നമ്മുടെ സഹോദരൻ ഓരോ മലയാളിക്കും തോന്നുന്ന മട്ടിൽ ഈ ദൃശ്യങ്ങൾ വരുന്നു. ഈ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടിയാണ് 34 കോടി രൂപ ദിയാധനം നമ്മൾ സമാഹരിച്ചത്. എല്ലാ മാധ്യമങ്ങളുടെയും സജീവമായ ഇടപെടൽ, ബോച്ചയുടെ ഇടപെടൽ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കുന്നു. സ്നേഹത്തോടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ അസാധ്യമെന്ന് കരുതിയത് സാധ്യമായി. വലിയ തുകയായിരുന്നു. ആ കുടുംബത്തിന് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ തുക. അത് നമ്മൾ കെട്ടിവെച്ചു. ദിയാധനം ബ്ലഡ് മണി സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറായി. ഒടുവിലിത അബ്ദുൾ റഹീം ജയിൽ മോചിതനായി മടങ്ങിയെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ സ്നേഹവായ്പോടുകൂടി ഒരു നാട് അബ്ദുൾ റഹീമിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കണ്ണീരിൽ നിന്ന് പുഞ്ചിരിയിലേക്ക് ആ മാനം തെളിയും പോലെ കണ്ണീരും മഴയും വെയിലും മാറി നിൽക്കുന്ന അന്തരീക്ഷം പോലെയുള്ള ഒരു വൈകാരികമായ രംഗമാണ്.